സുവിശേഷം നിങ്ങൾക്ക് യഥാർത്ഥ മാറ്റം നൽകട്ടെ. ഈ നല്ല അണുബാധ സ്വീകരിക്കൂ. അത് നിങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തട്ടെ. അതിൻ്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് പങ്കിടും. സാധാരണയായി അണുബാധ എന്ന വാക്ക് രോഗങ്ങളെ സൂചിപ്പിക്കാനാണ് നാം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ സുവിശേഷം എന്നത് സ്വർഗീയമായ ഒരു അണുബാധ പോലെയാണ്. അത് ഒരാളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വഭാവത്തെയും അത് പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. അത് നശിപ്പിക്കാനല്ല, മറിച്ച് പുതുജീവൻ നൽകാനാണ് എന്നത്. ദൈവവചനം ഇപ്രകാരം പറയുന്നു: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. റോമാലേഖനം 1-16 ബൈബിളിലെ ശമരിയാക്കാരിയായ സ്ത്രീയുടെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. യാക്കോബിന്റെ കിണറ്റിങ്കൽ വെച്ച് അവൾ ക്രിസ്തുയേശുവിനെ കണ്ടുമുട്ടി. ആ കൂടിക്കാഴ്ച അവളുടെ ഹൃദയത്തിൽ മാറ്റത്തിന്റെ വിത്തുപാകി. ക്രിസ്തുവാകുന്ന ആ നല്ല ജീവൻ അവളുടെ ഉള്ളിൽ പകർന്ന് കിട്ടിയ നിമിഷം അവൾ തൻ്റെ കുടം അവിടെ ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് ഓടി. തനിക്ക് ലഭിച്ച ആ സന്തോഷം അവൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി. അവളിലൂടെ ആ നാട് മുഴുവൻ ക്രിസ്തുവിനെ അറിഞ്ഞു. യഥാർത്ഥ സുവിശേഷം നിങ്ങളെ വെറുതെ വിടില്ല. അത് നിങ്ങളെ മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങളെ അസ്വസ്ഥരാക്കുകയോ ചെയ്യും. നിങ്ങൾ ക്രിസ്തുവിനെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ജീവനുള്ള ഒന്നിന് മാത്രമേ പടരാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മാറ്റമുണ്ടോ, അതോ നാം വെറും ആചാരങ്ങളിൽ ഒതുങ്ങുകയാണ്? എൻ്റെ ഉപദേശം ഇതാണ്: സുവിശേഷത്തെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മാത്രം വിശകലനം ചെയ്യാതെ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അത് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റട്ടെ. നിങ്ങൾക്ക് ലഭിച്ച ആ സമാധാനവും സന്തോഷവും നിങ്ങളിൽ മാത്രം ഒതുക്കി വെക്കരുത്. അത് നിങ്ങളുടെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും മറ്റുള്ളവരിലേക്ക് പകരട്ടെ. ഒരു നല്ല മാറ്റത്തിൻ്റെ വാഹകരായി നമുക്ക് മാറാം. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.